ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗ്രൂപ്പിനകത്ത് ചാനലിനകത്ത് റെക്കമെൻഡ് ചെയ്തിട്ടുള്ള HDFC ബാങ്കിൻ്റെ എൻട്രി പോയിൻ്റ് എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കത് വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. സോ അതിൻ്റെ എൻട്രി എങ്ങനെയാണ് പേപ്പർ ട്രേഡ് ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ് നമ്മളിപ്പോൾ നോക്കാൻ പോകുന്നത്. സോ അതിനായിട്ട് ഞാൻ ഫ്രണ്ട് പേജ് എന്നുള്ള ആപ്പ് ഓപ്പൺ ചെയ്യുകയാണ്. ഫ്രണ്ട് പേജാണ് നമ്മൾ പേപ്പർ ട്രേഡിംഗ് ആയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, പേപ്പർ ട്രേഡ് എടുക്കുകയാണ്. സോ അതിനകത്ത് ആ പ്ലസ് ചിഹ്നത്തിൽ അമർത്തി കഴിഞ്ഞാൽ HDFC ബാങ്ക് എന്ന് സെർച്ച് ചെയ്യാം. HDFC ബാങ്ക്. ഓക്കെ, HDFC ബാങ്ക് സെലക്ട് ചെയ്തു. സെലക്ട് ചെയ്തിട്ട് നമ്മൾ ബൈ ആണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. 10 ക്വാണ്ടിറ്റി ബൈ ചെയ്യുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തു. 1708 രൂപയ്ക്കാണ് നമ്മൾ ഓർഡർ കൊടുക്കാൻ പോകുന്നത്. ഇൻട്രാഡേ ടുമാറോ, 1 വീക്ക്, 1 മന്ത്, 1 ഇയർ എന്നുള്ള നമുക്ക് ടൈം ഫ്രെയിം ഉണ്ടാവും. 1 ഇയർ എന്ന ടൈം ഫ്രെയിം വയ്ക്കാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്നതിൻ്റെ റിസൾട്ട് ചിലപ്പോൾ 1 മാസമോ 2 മാസമോ ഒക്കെ നമുക്ക് ഹോൾഡ് ചെയ്യേണ്ടി വരും. വ്യക്തമായിട്ട് അറിയാത്തത് കൊണ്ടും ചിലപ്പോൾ ലോങ് ടേം ആവുകയാണെങ്കിൽ എന്നുള്ള ഉദ്ദേശത്തിലാണ് 1 ഇയർ എന്ന് വെക്കാൻ കാരണം. നമുക്കിനി ഇതിൻ്റെ സ്റ്റോപ്പ് ലോസും ടാർഗറ്റും എത്രയാണെന്നുള്ളത് സെറ്റ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. സ്റ്റോപ്പ് ലോസ് ഞാൻ 1400 വെച്ചിരിക്കുന്നത്, ടാർഗറ്റ് 1800. സോ അതുകൂടെ എഡിറ്റ് ചെയ്തിട്ട് നമുക്ക് ഓർഡർ ചെയ്യാം. ഓർഡർ പ്ലേസ്ഡ് ആയി. പക്ഷേ റിയൽ മാർക്കറ്റിനകത്താണ് നമ്മൾ ഓർഡർ കൊടുത്തത്. ഇപ്പോൾ മാർക്കറ്റ് ട്രേഡിംഗ് പ്രൈസ് എന്ന് പറഞ്ഞാൽ 1710 രൂപയാണ്. പക്ഷെ നമ്മൾ കൊടുത്തത് 1708 രൂപയായതുകൊണ്ട് അത് ഓർഡർ ആവാതെ എക്സിക്യൂട്ട് ആയിട്ടില്ല. വെയിറ്റ് ചെയ്യാം, കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്ത് നോക്കാം. ഞാനിപ്പോൾ എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അല്ലെങ്കിൽ നമുക്ക് LTP ലാസ്റ്റ് ട്രേഡ് പ്രൈസിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്യാം. മോഡിഫൈ ചെയ്യാണ്. 1710 നമുക്ക് ഓർഡർ ചെയ്ത് നോക്കാം. 1710 ഓർഡർ ആവുകയാണെങ്കിൽ എളുപ്പമായി വിചാരിക്കുന്നുണ്ടോ. 1755, 0.65, 0.5, 0.55, 0.7, 0.4, 0.3 എക്സിക്യൂട്ട് ആവും. പക്ഷെ നമ്മൾ സമയമില്ലാത്തത് കൊണ്ട് ഞാൻ ഒന്നുകൂടെ മോഡിഫൈ ചെയ്താലോ എന്ന് ആലോചിക്കുകയാണ്. എക്സിക്യൂട്ട് ആയിട്ടില്ല. ഇതിൽ കാണുന്ന വേറെ ഈച്ചർ മോട്ടേഴ്സിൻ്റെ ഓപ്ഷൻസ് നിങ്ങൾ നോക്കണ്ട. അത് ഞാൻ എൻ്റെ ഒരു സ്ട്രാറ്റജി ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി എടുത്തിട്ടുള്ളൊരു ഓർഡറാണ്. അത് ഞാൻ പിന്നീട് വരും ദിവസങ്ങളിൽ പറയുന്ന 1711 ഓർഡർ ഹൈ ലെവലിൽ പോകണം. നമുക്ക് ചാർട്ട് ഒന്ന് നോക്കാം. HDFC ബാങ്കിൻ്റെ എന്താണ് ചാർട്ടിൻ്റെ അവസ്ഥ എന്ന് നോക്കിയിട്ട് നമുക്ക് ഓർഡർ മോഡിഫൈ ചെയ്യണമെന്ന് ആലോചിക്കാം. ഇപ്പോൾ നമ്മൾ പറഞ്ഞ റേഞ്ചിനകത്ത് 1808 എത്തിയിട്ടുണ്ട്. നമ്മൾ സമ്മറി നോക്കുന്ന സമയത്ത് ഇവിടെ ബയ്യേഴ്സ് കുറവാണ്, സെല്ലേഴ്സ് കൂടുതലാണ്. സോ സെല്ലേഴ്സ് കൂടുന്നതനുസരിച്ച് മാർക്കറ്റ് ഡൗൺ സൈഡ് പോകാനുള്ള ടെൻഡൻസി കാണിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ ബ്രേക്ക് ഔട്ട് ലെവൽ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടുന്നതുകൊണ്ടാണ് നമ്മൾ എൻട്രി എടുക്കുന്നത് തന്നെ. സോ ഞാനതിനെ 1711 അപ്ഡേറ്റ് ചെയ്യുകയാണ്. ഓർഡർ എന്നിട്ടും എക്സിക്യൂട്ട് ആവുന്നില്ല എന്ന് വിചാരിക്കുന്നു. ബ്രേക്ക് ഔട്ട് കിട്ടാൻ ചാൻസ് ഉള്ളതുകൊണ്ടാണ്. ശരി, ഞാൻ സമയം കളയുന്നില്ല. LTPയിൽ തന്നെ മാർക്കറ്റ് ഓർഡർ ചെയ്തെടുക്കുകയാണ്. സോ LTPയിൽ ഓർഡർ മോഡിഫൈഡ് ചെയ്തു. ഓർഡർ എക്സിക്യൂട്ടായി. 1712 രൂപയ്ക്ക് ഓർഡർ എക്സിക്യൂട്ടായി. ഇപ്പോൾ നമ്മൾ ഓർഡർ ചെയ്ത ഏത് സമയത്താണ് നമ്മൾ ഓർഡർ കൊടുത്തത്, മോഡിഫൈ ചെയ്ത് എന്നുള്ള സമയങ്ങളൊക്കെ കാണാൻ കഴിയും. ഇതുപോലെ നമ്മൾ റിയൽ മാർക്കറ്റിനകത്ത് ചെയ്യുമ്പോഴും നമ്മുടെ ബ്രോക്കർ ഏതാണോ അവർ കാണിച്ചു തരുന്നതാണ്. ഇപ്പോൾ നമ്മൾ പേപ്പർ ട്രേഡിംഗ് ആയതുകൊണ്ടാണ് ഈ പേപ്പർ ട്രേഡിൻ്റെ ഇതിലും കാണിക്കുന്നത്. HDFC ബാങ്കിൻ്റെ നമ്മൾ 10 ക്വാണ്ടിറ്റി 1712 രൂപയ്ക്ക് ഓർഡർ എടുത്തിട്ടുണ്ട്. ഇനി വാച്ച് ലിസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ആ വാച്ച് ലിസ്റ്റ് ആഡിൽ ഒരു 3-4 വാച്ച് ലിസ്റ്റ് ആഡ് ചെയ്യാം. അതിനകത്ത് കുറേ അധികം നമുക്ക് ആഡ് ചെയ്യാൻ കഴിയും. ഞാനിപ്പോൾ എങ്ങനെ ആഡ് ചെയ്യാന്നുള്ളതിന് എക്സാമ്പിളായിട്ട് HDFC ബാങ്കിൻ്റെ ചാർട്ട് HDFC എന്നുള്ള സ്റ്റോക്ക് ഞാൻ ആഡ് ചെയ്യുകയാണ്. അതാ ഞാൻ കുറേ അധികം ഉള്ളതുകൊണ്ട് താഴെ കിടക്കുന്നുണ്ടാവും. HDFC ബാങ്ക് ഉണ്ടോ. സോ HDFC ബാങ്ക് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ബൈയും സെല്ലും എക്സിറ്റ് ചെയ്യാം. ഇങ്ങനെയാണ് നോർമലി നമുക്ക് പേപ്പർ ട്രേഡ് യൂസ് ചെയ്യാനായിട്ട് ഫ്രണ്ട് പേജ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ റിയൽ മണി കളയാതെ തന്നെ നമുക്ക് പേപ്പർ ട്രേഡിലൂടെ ട്രേഡിംഗ് പഠിച്ചിട്ട് റിയൽ മണിയിലേക്ക് ഇറങ്ങാം. എല്ലാവർക്കും ഫ്രണ്ട് പേജ് എല്ലാവർക്കും യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണ് മനസ്സിലായെന്ന് കരുതുന്നു. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ കമൻസിൽ ചോദിക്കുക.